മൈ ഡിയേഴ്സ്, ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ ഈ മസ്ക ബൺ അല്ലെങ്കിൽ ബൺ മസ്ക. അപ്പം ഞങ്ങളും ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ബണ്ണ് കിട്ടാൻ വേണ്ടി കുറച്ചധികം അലയേണ്ടി വന്നു. 1-2 സൂപ്പർ മാർക്കറ്റ് കയറേണ്ടി വന്നു ഞങ്ങൾക്ക് ആ ഒരു ബണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പോൾ ഈ ട്രെൻഡിന് പുറകെ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്ഥലത്തും ഇതിപ്പം ഇല്ലാന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്ത സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടോ. ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കൊറോത്തേക്കാണ്. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ബണ്ണും അതുപോലെ തന്നെ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങേണ്ട സാധനങ്ങളല്ലാതെ മറ്റു പലതും ഇങ്ങനെ പരതി നടക്കുമല്ലോ. അപ്പം അത് നമ്മളെ ശീലമാണല്ലോ. അപ്പോൾ അതും നമ്മൾ നടത്തി. അങ്ങനെ ഇവിടെ വിലയൊക്കെ നോക്കി ആളിങ്ങനെ സെറ്റാക്കുകയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ഞാൻ ഈ ബാഗും തൂക്കി നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ പിന്നെ ഈ ഒരു ഐറ്റം ഇത് നമ്മളെ പേജിൽ ഇപ്പം ഉള്ളൊരു സൂപ്പർ ഡ്രസ്സാണ്. അപ്പോൾ അത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ എടുത്തായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ പേജിലൊന്ന് കയറിയാൽ മതി, ആർഷ ഡിസൈൻസ്. സോ അവിടുന്ന് അങ്ങനെ നമ്മൾ എന്താക്കി, ബട്ടറെല്ലാം എടുത്ത് ബില്ലാക്കി നേരെ വീട്ടിലെത്തിയപാട് നമ്മൾ ചോറൊക്കെ കഴിച്ച് വേഗം തന്നെ നമ്മളെ മസ്ക ബൺ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി. കാരണം മൂത്തിയും വെളിച്ചനൊക്കെ പോകാൻ നിൽക്കുക. അപ്പോൾ അവർ പോകുന്നതിന് മുന്നേ വേഗം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതിന് വേണ്ടി നിന്നു. അങ്ങനെ നമ്മൾ ബട്ടറൊക്കെ പൊളിച്ചെടുത്തു. പിന്നെ മിൽക്ക് മെയ്ഡ് ഇങ്ങനെ കാണുമ്പോൾ എന്തായാലും നമുക്ക് നക്കി തിന്നാൻ വേണ്ടി എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ബട്ടറൊക്കെ നമ്മളിതാ മുറിച്ചെടുത്ത് ആവശ്യത്തിന് വേണ്ട ഒരു ക്വാണ്ടിറ്റിയിൽ മുറിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ടു. അതിന് ശേഷം നന്നായിട്ടൊരു മിൽക്ക് മെയ്ഡും കൂടി ആഡ് ഓൺ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മിൽക്ക് മെയ്ഡ് പൊട്ടിച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെയാണ്. എനിക്കെന്നല്ല ഒട്ടുമിക്ക എല്ലാവർക്കും മിൽക്ക് മെയ്ഡ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇളക്കാൻ എന്നെക്കാട്ടും ബെസ്റ്റ് വർഷമായതുകൊണ്ട് തന്നെ ഞാൻ വർഷനെ ഏൽപ്പിച്ചു ആ ദൗത്യം. അങ്ങനെ അവൾ നന്നായി ഇളക്കുന്നുണ്ട് കേട്ടോ. പാട്ടൊക്കെ പാടിയാണ് ഇളക്കുന്നത്. അങ്ങനെ അതൊക്കെ ഇളക്കി സെറ്റാക്കി. പിന്നെ നമുക്ക് എന്ത് വേണം, ഇറാനി ടീ ഉണ്ടാക്കണം. അപ്പം ഇറാനി ടീ ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിലാണ് ചായ വെക്കേണ്ടത്. അപ്പോൾ ചായയിലേക്ക് നമ്മൾ ആ ഒരു പട്ടയും അതുപോലെ തന്നെ ഏലക്കായും പിന്നെ പൂവില്ലേ ബിരിയാണിയിലിടുന്നത്, അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ എന്താക്കുക, ആവശ്യത്തിന് ചായപ്പൊടി ഇടാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായപ്പൊടി ഇടണം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചായപ്പൊടി എല്ലാം കൂടി ഇട്ട് അങ്ങനെ കുക്കർ അടച്ച് വെച്ച് ഏകദേശം ഒരു 3 വിസിൽ വരണം കേട്ടോ നമ്മൾ ഈ ഒരു ചായ കുക്കറിൽ വെച്ചിട്ട്. അങ്ങനെ കുക്കറൊക്കെ അടച്ച് നമ്മൾ എന്ത് ചെയ്തു, ചായ എടുത്ത് ഗ്യാസിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട പാൽ വേണം. അങ്ങനെ ഞാനൊരു പാത്രത്തിൽ പാലെടുത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക പറയുമ്പോൾ അവർ പറയുന്ന ഒന്ന് കുറുക്കിയെടുക്കണം എന്നാണ്. നമ്മൾ എടുത്തിട്ടുള്ള പാലിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒന്ന് കുറുക്കി വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാലൊക്കെ എടുത്ത് നന്നായിട്ട് തിളച്ച് അതൊന്ന് കുറുക്കി എടുത്തിട്ട് നമ്മൾ ഈ പാലും അതുപോലെ തന്നെ ആ കുക്കറിൽ വെച്ചിട്ടുള്ള ചായയും ഏകദേശം ഒരേ സമയത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചൂടാറിപ്പോവാതിരിക്കാൻ അതിൻ്റെ ആ ഒരു ഇതങ്ങനെയാണത്രേ. അങ്ങനെ പിന്നെ എന്താ പറയുക, ബണ്ണൊക്കെ കട്ട് ചെയ്തു. നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണേ. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വർഷ ഭയങ്കര ഇതിൽ എക്സ്പേർട്ടായിട്ടോ. ഇനി അവൾക്കൊരു കട ഇട്ട് കൊടുത്താൽ മതി, അവൾ ഇതൊക്കെ ഉണ്ടാക്കി അങ്ങ് വിറ്റ് ജീവിച്ച് പോയിക്കോളും. കാരണം അവൾ അത്രയും പ്രൊഫഷണലായിട്ടാണ് ഇപ്പം ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റത്തെ കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഫ്ലോപ്പൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് പിന്നെ അവിടെ ഓക്കെ ആയിട്ട് പ്രോ ആയി ഈ ഒരു ബൺമസ്ക മേക്കിങ്ങിൽ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലുള്ള ആളൊക്കെ എണ്ണിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ എന്താ പറയുക, ആ ഒരു മിക്സ് തേച്ചിട്ട് ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കുക. പിന്നെ അപ്പോഴേക്കും നമുക്കിനി ചായേൻ്റെ പണി നോക്കണമല്ലോ. അപ്പോഴേക്കും നമ്മളെ കുക്കറിൻ്റെ ആ ഒരു ആവി ഉണ്ടാവില്ല, അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പാലിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച ആ പാലിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ചായ നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ ഓരോരുത്തർക്കായിട്ട് കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ വെല്ലിച്ചനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെല്ലിച്ചൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയും കേട്ടോ, നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിൽ മുക്കിയിട്ട് വേണം കഴിക്കാൻ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ മുക്കിയിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ സൂപ്പറാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ്. ഭയങ്കര ഇഷ്ടമായി പറഞ്ഞപ്പോൾ ഒരു എക്സ്പ്രഷനും കൂടി അങ്ങോട്ട് കിടക്കട്ടെ എന്ന് കരുതി ക്ലോസപ്പിലൊരു എക്സ്പ്രഷനും കൂടി അങ്ങോട്ട് ഞങ്ങൾ വീഡിയോയിലാക്കി. അങ്ങനെ സൂപ്പറാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മൂത്തയ്ക്ക് കൊടുത്ത സമയത്ത് മൂത്തനോട് പറഞ്ഞു ഞങ്ങൾ അതിൽ മുക്കി കഴിക്കണം. ഒരു കുഞ്ഞ് ഗ്ലാസ് കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്ത പോലെ അത്. അങ്ങനെ മൂത്തയ്ക്ക് അത് സൂപ്പർ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതിന് ശേഷം പിന്നെ അമ്മമ്മയ്ക്ക് കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്ക്. അങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അവിടെ മൂത്തനെ കളിയാക്കാം കേട്ടോ വിളിച്ച് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ആളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാവരും കഴിച്ച് സൂപ്പർ പറഞ്ഞു. അപ്പം നമ്മളെ ഷെഫ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഭയങ്കര തിരക്കാണ് കടയിൽ, ഭയങ്കര തിരക്കല്ലോ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ആളുകൾ വെയിറ്റിംഗ് ആണ്. ഒറ്റയടിക്ക് ഞങ്ങൾ പാത്രമൊക്കെ കാലിയാക്കി കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ.